കുരുക്ഷേത്രം. ധർമ്മവും അധർമ്മവും നേർക്കുനേർ നിൽക്കുന്ന 18 ദിവസത്തെ മഹായുദ്ധത്തിന്റെ ഒന്നാം പ്രഭാതം. മഞ്ഞ് മൂടിയ ആ പുലരിയിൽ കിഴക്ക് സൂര്യൻ ഉദിച്ചുയരുന്നതൊരു രക്തഗോളമായിട്ടാണ്. ആ കിരണങ്ങൾ ചെന്നു പതിക്കുന്നത് കോടിക്കണക്കിന് ആയുധങ്ങളിലാണ്. അവിടെ ലോകം കണ്ട ഏറ്റവും വലിയ സൈന്യങ്ങൾക്കിടയിൽ വെള്ളക്കുതിരകളെ കെട്ടിയ വെളുത്ത തേർ വന്നു നിൽക്കുന്നു. അതിൽ ലോകം കണ്ട ഏറ്റവും വലിയ വില്ലാളി അർജുനനുണ്ട്. പക്ഷേ അവൻ്റെ മുഖത്ത് വിജയത്തിൻ്റെ തിളക്കമില്ല, മറിച്ച് മരണത്തിൻ്റെ നിഴലാണ്. കൃഷ്ണ, ഈ തേരിവിടെ നിർത്തൂ. 2 സൈന്യങ്ങൾക്കും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തൂ. എനിക്ക് കാണണം, ഞാൻ ആരുടെ നെഞ്ചിലേക്കാണ് അമ്പെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് കാണണം. എൻ്റെ വിജയത്തിന് ഞാൻ കൊടുക്കേണ്ട വില എത്രയാണെന്ന്. ഹേ മാധവ, എൻ്റെ ശരീരം തളരുന്നു, തൊണ്ട വറ്റുന്നു, ശരീരം മുഴുവൻ കത്തുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഗാണ്ഡീവം വഴുതി വീഴുന്നു. നോക്കൂ കൃഷ്ണ, അവിടെ നിൽക്കുന്നത് എൻ്റെ പിതാമകൻ ഭീഷ്മരാണ്. എനിക്ക് നടക്കാൻ പഠിപ്പിച്ചു തന്ന കൈകൾ. ഇപ്പുറത്തെൻ്റെ ഗുരുനാഥൻ ദ്രോണർ. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ അമ്പെയ്ത് വന്ദിക്കേണ്ട ഞാൻ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് അമ്പെയ്യണം. എന്തിനു വേണ്ടി? ഈ മണ്ണിലെ അല്പം അധികാരത്തിന് വേണ്ടിയോ? വിജയം, എന്ത് വിജയം! ഈ കാണുന്നവരെയൊക്കെ കൊന്നൊടുക്കി കിട്ടുന്ന രാജ്യം കൊണ്ട് ഞാൻ എന്തു ചെയ്യും? ചോര പുരണ്ട ഈ മണ്ണിലെന്ന് കിട്ടുന്ന അന്നം എനിക്ക് വിഷമല്ലേ? കൃഷ്ണ, എനിക്ക് യുദ്ധം വേണ്ട. അവരെന്നെ കൊന്നോട്ടെ, എങ്കിലും ഞാൻ അവരെ കൊല്ലില്ല. എൻ്റെ ബുദ്ധി ഭ്രമിക്കുന്നു. ഞാൻ ആരാണെന്ന് പോലും എനിക്ക് മറന്നു പോകുന്നു. കൃഷ്ണ, എന്നെ രക്ഷിക്കൂ. ഞാൻ നിന്റെ മുന്നിൽ വീഴുന്നു. ഒരു വഴികാട്ടിയായി എനിക്ക് മുന്നിൽ നിൽക്കൂ. ഞാനൊരു പോരാളിയാണെന്ന് ലോകം പറയുന്നു. പക്ഷെ ഇന്ന് ഞാൻ വെറുമൊരു ഭീരുവാണോ? എൻ്റെ ഉള്ളിലെ ഈ ശൂന്യതയ്ക്ക് ആരുത്തരം നൽകും? സ്നേഹവും കടഞ്ഞയും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? മരണം ഒരു പരിഹാരമായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ മരിച്ചേനെ. പക്ഷെ എനിക്ക് ജീവിക്കണം, എന്നാൽ പോരാടാൻ വയ്യ. അർജുന, ഈ നിർണായക നിമിഷത്തിൽ എവിടെ നിന്നാണ് നിനക്ക് ഈ ദുർബലത ഉണ്ടായത്? നീ സംസാരിക്കുന്നത് ജ്ഞാനിയെ പോലെയാണ്, പക്ഷേ പ്രവർത്തിക്കുന്നത് ഭീരുവിനെ പോലെയും. നീ ആരെയാണ് ഭയപ്പെടുന്നത്? മരണത്തെയോ? മരണമെന്നത് പഴയ വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെ ആത്മാവ് നടത്തുന്ന ഒരു മാറ്റം മാത്രമാണ്. ആത്മാവിന് മരണമില്ല. പിന്നെ നീ എന്തിന് ദുഃഖിക്കുന്നു? അർജുന, നിന്റെ മുന്നിൽ നിൽക്കുന്നത് നിന്റെ ബന്ധുക്കളല്ല, അധർമ്മത്തിൻ്റെ തൂണുകളാണ്. അവരെ തകർക്കുക എന്നത് നിന്റെ ആഗ്രഹമല്ല, നിന്റെ ധർമ്മമാണ്. ലോകം നിന്നെ ഉറ്റുനോക്കുകയാണ്. നീ ഇപ്പോൾ പിന്തിരിഞ്ഞാൽ വരും തലമുറ നിന്നെ ഓർക്കുക ഒരു വീരനായല്ല, മറിച്ച് കടമയിൽ നിന്ന് ഒളിച്ചോടിയ ഒരു ഭീരുവായാണ്. നിനക്കത് സഹിക്കാൻ കഴിയുമോ? കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. അർജുന, ഫലത്തെക്കുറിച്ച് നീ എന്തിന് ആകുലപ്പെടുന്നു? വിജയം നിന്റേതല്ല, പരാജയവും നിന്റേതല്ല. കർമ്മം മാത്രമാണ് നിന്റേത്. ഫലം പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. നീ എൻ്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാകുക. എഴുന്നേൽക്കുക. നിന്റെ ഉള്ളിലെ ഈ മാലിന്യത്തെ അറിവ് എന്ന അഗ്നി കൊണ്ട് ചുട്ടരിക്കുക. ഭയത്തെ ചവിട്ടിമെതിക്കുക. ഗാണ്ഡീവം കയ്യിലെടുക്കുക. പോരാടുക. നഷ്ടോ മോഹ സ്മൃതിർലബ്ധ. കൃഷ്ണ, എൻ്റെ സംശയങ്ങൾ നീങ്ങി, എൻ്റെ മോഹം നശിച്ചു. എന്നെ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങയുടെ വാക്കുകൾ എൻ്റെ ആത്മാവിനെ തൊട്ടുണർത്തി. ഇനി എനിക്ക് ഭയമില്ല, ഇനി എനിക്ക് വേദനയില്ല. അവിടുന്ന് പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കും. യുദ്ധം തുടങ്ങട്ടെ. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു, പക്ഷേ കുരുക്ഷേത്രം അവസാനിച്ചിട്ടില്ല. ഇന്ന് 2026 നിങ്ങളുടെ വീടിനുള്ളിൽ, നിങ്ങളുടെ മനസ്സിൽ ആ യുദ്ധം തുടരുകയാണ്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ശത്രുക്കൾ ഭീഷ്മരോ ദ്രോണരോ അല്ല. അത് നിങ്ങളുടെ ഭയമാണ്, നിങ്ങളുടെ വിഷാദമാണ്. എനിക്കിത് കഴിയില്ല എന്ന നിങ്ങളുടെ ചിന്തയാണ്. കരിയറിലെ പരാജയം, കണ്ടുതീരാത്ത സ്വപ്നങ്ങൾ, മറ്റുള്ളവരുടെ പരിഹാസം, ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ കുരുക്ഷേത്രം. അർജുനനെപ്പോലെ നിങ്ങളും തളർന്നിരിക്കാറില്ലേ? സർവ്വതും ഉപേക്ഷിക്കണമെന്ന് തോന്നാറില്ലേ? എങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ഉള്ളിലും ഒരു കൃഷ്ണനുണ്ട്. അത് നിങ്ങളുടെ വിവേകമാണ്, നിങ്ങളുടെ ആത്മവിശ്വാസമാണ്. ഫലത്തെക്കുറിച്ച് ആലോചിച്ച് ഭയപ്പെടുന്നത് നിർത്തുക. നാളെ എന്ത് സംഭവിക്കുമെന്ന ആകുലത നിങ്ങളുടെ ഇന്നത്തെ പോരാട്ടത്തെ ഇല്ലാതാക്കുന്നു. നിങ്ങളോട് കൃഷ്ണൻ പറയുന്നത് ഇതാണ്: നീ നിന്റെ പരമാവധി ശ്രമിക്കുക, ബാക്കി പ്രപഞ്ചം നോക്കിക്കൊള്ളും. ഈ ലോകമൊരു വലിയ കുരുക്ഷേത്രമാണ്. ഇവിടെ നിശബ്ദനായിരിക്കുന്നവൻ തോറ്റുപോകാറുണ്ട്, പക്ഷേ പോരാടുന്നവൻ ചരിത്രം സൃഷ്ടിക്കുന്നു. അടുത്ത തവണ നിങ്ങൾ തളരുമ്പോൾ ഈ വാക്കുകൾ ഓർക്കുക: കൃഷ്ണൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൈകളിലാണ്. ഉത്തിഷ്ഠത ഭാരത. എഴുന്നേൽക്കുക, പോരാടുക.